ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രതികരണത്തിന് നന്ദി. നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. താങ്ക് യു. നല്ല പ്ലസൻ്റായ ബ്യൂട്ടിഫുൾ സണ്ണി മോർണിംഗ് ആണിന്ന്. നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ഏരിയ. വഴിയോരങ്ങളിൽ ഭൂരിഭാഗവും മേപ്പിൾ മരങ്ങളാണ്. പല നിറത്തിലുള്ള മേപ്പിൾ മരങ്ങൾ. എല്ലാ വീടിന് മുമ്പിലും മനോഹരമായ ഗാർഡനും ലോണും നമുക്കിവിടെ കാണാം. എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫോക്കസ് ചെയ്ത വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ലോൺ വെട്ടിയൊരുക്കുന്നത് എൻ്റെ ഒരു വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. പെറ്റ് ഡോഗുമായി മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ഒത്തിരി നേറ്റീവ്സിനെ ഇതിനിടെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഒരു സ്കൂളുമുണ്ട്. പട്ടിയുമായി പോകുന്ന മനുഷ്യരെയും സ്കൂൾ ടൈമിൽ കുട്ടിയുമായി പോകുന്ന ഗാർഡിയനെയും അല്ലാതെ മറ്റാരെയും തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അധികം പുറത്ത് കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും അപ്പന വാഹനങ്ങളിലായിരിക്കും യാത്ര. നാട്ടിലെ കാലാവസ്ഥ അല്ല ഇവിടെ. ഇതിവിടുത്തെ സമ്മർ സീസണാണ്. വെയിലിന് നല്ല ചൂടുണ്ട്, പക്ഷെ വിയർക്കില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇവിടുത്തെ സമ്മറാണ്. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഫോളാണ്. മരങ്ങളിൽ നിന്നെല്ലാം ഇല കൊഴിയുന്ന കാലം. ഇലകളില്ലാത്ത ചില്ലകൾ മാത്രമുള്ള മരങ്ങൾ. ക്രിസ്മസ് ട്രീ എന്ന് നമ്മൾ പറയുന്ന മരമില്ലേ, അതിന് ഇല കൊഴിയില്ല കേട്ടോ. ഫോൾ സീസൺ കഴിഞ്ഞ ഡിസംബർ പകുതിയോടെ മഞ്ഞ് തുടങ്ങും. അതായത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഫോൾ സീസണാണ്. ഡിസംബർ പകുതിയോടെ മഞ്ഞ് പെയ്തു തുടങ്ങും. ഡിസംബർ മുതൽ മാർച്ച് വരെ ഇവിടെ വിൻ്റർ സീസണാണ്. എബൌട്ട് 0 ഡിഗ്രി ടു -5 ഡിഗ്രി ടെമ്പറേച്ചർ. ജനുവരി ഫെബ്രുവരിയിൽ വിൻ്റർ മൂർധന്യാവസ്ഥയിലെത്തും. -20, 25, 30 ഒക്കെ വരും അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. പതിയെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ പകുതിയോടെ ബ്ലോസം, അതായത് സ്പ്രിങ് ആരംഭിക്കും. ഫോൾ മുതൽ ഇലകളും പൂക്കളും ഒന്നുമില്ലാതെ നിന്നിരുന്ന ചെടികളിൽ ഇലകളും പൂക്കളും ഒക്കെ വിരിയാൻ തുടങ്ങും. സ്പ്രിങ് മിഡിലോടെ ഇതെല്ലാം നല്ല കളർഫുള്ളായി മനോഹരമായി വിരിഞ്ഞു നിൽക്കും. അത് ഏകദേശം മെയ് ജൂൺ സമയത്താണ്. ജൂൺ സെക്കൻഡ് വീക്കോടെ സമ്മർ ആരംഭിക്കും. പിന്നെ നല്ല ചൂടാവും. ഇവിടെ ഒരു സ്റ്റോപ്പ് ബോർഡ് കണ്ടോ? ഇത് ഒരു ജംഗ്ഷനാണ്. എല്ലാ ജംഗ്ഷനുകളിലും സ്റ്റോപ്പ് ബോർഡ് ഉണ്ടാവും. അവിടെ നിർത്തി മറ്റു വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നു എന്നതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഈ സീസണിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം വഴിയോരങ്ങളിലെ ചെടികളും മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്നു. നമ്മുടെ നാടിലേതിനേക്കാൾ വലിയൊരു മുയലിനെ ഞാനിവിടെ കണ്ടു. ആരും വളർത്തുന്നതല്ല. കാട്ടിൽ നിന്ന് കാട്ടുമുയലെന്നാണ് അവർ പറഞ്ഞത്. വെച്ച് പിടിപ്പിക്കുന്ന ചെടികളും കൃഷിയുമെല്ലാം അവ തിന്ന് നശിപ്പിക്കും എന്ന് മകൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഇവിടെ കണ്ടോ, എന്ത് മനോഹരമായ ഒരു ചെടിയാണെന്ന് നോക്കിയേ. എല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ KSBയുടെ കറണ്ട് സപ്ലൈ ലൈൻ പോലെ ഒരു പോസ്റ്റാണ്. 110 വോൾട്ട് ട്രാൻസ്ഫോമറാണ് മുകളിലിരിക്കുന്നത്. ജോർദൻ ഈ സ്ട്രീറ്റിൽ നിന്ന് കമ്മീഷണേഴ്സ് റോഡിലേക്ക് കയറുകയാണ്. നല്ല തിരക്കുള്ള റോഡാണ് കമ്മീഷണേഴ്സ് റോഡ്. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. ചില്ലുകൊണ്ട് കവർ ചെയ്ത ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെയുണ്ട്. ബസ് കാത്ത് നിൽക്കുന്ന 2-3 പേരെയും നമുക്കിവിടെ കാണാം. ഇത് കാനഡയിലെ ബസ്സാണ്.
നാട്ടിലെ ബസ്സിനേക്കാൾ നീളം കൂടുതലുണ്ട് ഇതിന്. ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റി. നാട്ടിലെ ഡ്രൈവിങ്ങിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഡ്രൈവിങ്. നാട്ടിൽ ഡ്രൈവിംഗ് സീറ്റ് ബസ്സിൻ്റെ റൈറ്റിലല്ലേ, ഇവിടെ അത് ലെഫ്റ്റിലാണ്. ബസ്സിൽ ആളുകൾ കയറുന്നത് റൈറ്റിലൂടെയും. മിക്കവാറും ആളുകൾ സ്വന്തം വാഹനം യൂസ് ചെയ്യുന്നതിനാൽ ബസ്സിൽ ആൾ കുറവാണ്. ഇവിടെ എല്ലാവരും കൃത്യമായി റൂൾസ് ഫോളോ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ട്രാഫിക് ജാം ഞാൻ ഓർത്തു പോവുകയാണ്. ആ മഞ്ഞ നിറത്തിൽ പോകുന്നത് ഇവിടുത്തെ സ്കൂൾ ബസ്സാണ്. സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കുന്ന സമയത്ത് ബസ്സിൻ്റെ സൈഡിൽ നിന്ന് റെഡ് ലൈറ്റോട് കൂടി ഒരു സ്റ്റോപ്പ് സൈൻ ബോർഡ് തള്ളിവരും. അപ്പോൾ എല്ലാ വാഹനങ്ങളും സ്റ്റോപ്പ് ചെയ്യണം. കുട്ടി ഇറങ്ങി സേഫായ ശേഷമേ ലൈറ്റ് ഓഫ് ആകൂ. കമ്മീഷണേഴ്സ് റോഡിലൂടെ കുറേയേറെ ദൂരം നടന്ന് ഞങ്ങൾ. മുന്നിൽ സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്ന ഗാർഡിയനെ കാണാം. കമ്മീഷണേഴ്സ് റോഡിൽ നിന്നും തിരിച്ച് ഞങ്ങളുടെ സ്ട്രീറ്റിലേക്ക് കടന്നു. ലൈനായി വളർത്തിയ മേപ്പിൾ മരങ്ങളുടെ വ്യൂ സൂപ്പറാണ് കേട്ടോ. ഇത് ഇലക്ട്രിക്കൽ ബോക്സ് ആണ്. ഇലക്ട്രിക്കൽ സപ്ലൈയുടെ സാധനങ്ങൾ, ട്രാൻസ്ഫോമർ അങ്ങനെയെല്ലാം ഇതിനുള്ളിലാണ്. ഞാൻ പറഞ്ഞോ എന്തോ, ഇവിടെ പൊതുവെ മതിലുകൾ കാണാറില്ല. കാണുന്ന ഫെൻസസ് മരത്തിൻ്റേതാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം.
ഒന്ന്, മരം സുലഭമായി ഉണ്ടാകാം. 2, ഇത് ഡീഗ്രേഡബിൾ ആണ്. 3, താരതമ്യേന ചെലവ് കുറവാണ്. 4, കാലാവസ്ഥയെ അതിജീവിക്കാൻ പാകത്തിന് മരം കെമിക്കൽ പ്രോസസ്ഡ് ആണ്. ഇതുതന്നെയാകാം ഒരുപക്ഷെ ഇവിടുത്തെ വീടുകൾ ഭൂരിഭാഗവും മരത്തിൻ്റേതാകാൻ കാരണം. മരത്തിൻ്റേതെങ്കിലും ഇവിടുത്തെ വീടുകളുടെ വില 5 കോടി 6 കോടിയൊക്കെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വഴിയരികിൽ വയ്ക്കാം. ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഈ 2 ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള പോസ്റ്റുകളും. കാനഡയിലെ സജീവമായ ദിനങ്ങളുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Please like, comment and share my video. Thank you.